നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തെ പറ്റിയാണ്. കേരളത്തിനെ പറ്റി PSCയിൽ ചോദിക്കാവുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സുകളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ 100ലധികം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് പല പാർട്സ് ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. എല്ലാ പാർട്സും കാണാനായിട്ട് ശ്രമിക്കുക. ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്. കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള ജില്ലയായ തിരുവനന്തപുരമാണ് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂര്, കാസർഗോഡ്. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 14. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. മുമ്പ് പാലക്കാടായിരുന്നു. 2023-ൽ കുട്ടമ്പുഴ പഞ്ചായത്ത് ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായത്. ഏത് പഞ്ചായത്ത് ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായത്? കുട്ടമ്പുഴ പഞ്ചായത്ത്. 2023-ലാണ് കുട്ടമ്പുഴ പഞ്ചായത്ത് ഇടുക്കിയുടെ ഭാഗമാകുന്നത്. നിലവിൽ കേരളത്തിലെ വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ വലിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 75. കേരളത്തിൽ 75 താലൂക്കുകളാണുള്ളത്. കേരളത്തിലെ റവന്യൂ ഡിവിഷൻ 27. കേരളത്തിലെ റവന്യൂ ഡിവിഷന്റെ എണ്ണം എത്രയാണ്? 27. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941. 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ താലൂക്ക് പറഞ്ഞു 75, റവന്യൂ ഡിവിഷൻ 27, ഗ്രാമപഞ്ചായത്തുകൾ 941. റവന്യൂ വില്ലേജുകൾ. കേരളത്തിലെ റവന്യൂ വില്ലേജുകൾ 1453. കേരളത്തിലെ റവന്യൂ വില്ലേജുകൾ 1453. ജില്ലാ പഞ്ചായത്തുകൾ 14. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ 14. ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 ആണ്. ജില്ലാ പഞ്ചായത്തുകൾ പറഞ്ഞു 14 ആണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 ആണ്. മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 6. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ്. ഏതൊക്കെയാണവ? കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ. കോർപ്പറേഷനുകളുടെ അധികാരം മേയർമാരായിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റികളുണ്ട്? 87. കേരളത്തിൽ 87 മുനിസിപ്പാലിറ്റികളാണുള്ളത്. കേരളത്തിലെ ലോകസഭാ അംഗങ്ങളുടെ എണ്ണം 20 ആണ്. കേരളത്തിൽ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 9. കേരളത്തിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 9 ആണ്. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 141. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 141 ആണ്. കേരളത്തിലെ ജനസംഖ്യ 3,33,87,677 ആണ് കേരളത്തിലെ ജനസംഖ്യ. എത്രയാണ്? 3,33,87,677 ആണ് കേരളത്തിലെ ജനസംഖ്യ. കേരളത്തിലെ ജനസാന്ദ്രത 859 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ ജനസാന്ദ്രത 859 ചതുരശ്ര കിലോമീറ്റർ. ആയുർദൈർഘ്യം. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം 74.9 വയസ്സാണ്. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം 74.9 വയസ്സ്. സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. സ്ത്രീ പുരുഷ അനുപാതം 1084/1000. സാക്ഷരത
93.91%. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ നിലവിലെ സാക്ഷരത എത്ര ശതമാനമാണ്? 93.91%. ഔദ്യോഗിക ഭാഷ മലയാളം. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം. ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നത് ഓണമാണ്. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഓണം. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കോക്കസ് ന്യൂസിഫറ. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? ഇളനീർ. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയമാണ് ഇളനീർ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. ശാസ്ത്രീയ നാമം ബ്യൂസിറസ് ബൈകോർണിസ്. ബ്യൂസിറസ് ബൈകോർണിസ് ആണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. ബ്യൂസിറസ് ബൈകോർണിസ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാഷ്യ ഫിസ്റ്റുല. കാഷ്യ ഫിസ്റ്റുലയാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് ആനയുടെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. കരിമീന്റെ ശാസ്ത്രീയ നാമം എന്താണ്? എട്രോപ്ലസ് സുരടെൻസിസ്. എട്രോപ്ലസ് സുരടെൻസിസ് ആണ് കരിമീന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്ക. ചക്കയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം. ചക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ്. ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് എന്നാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണ്? ബുദ്ധമയൂരി. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുദ്ധമയൂരി എന്ന ഇനം ചിത്രശലഭത്തെയാണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? കഥകളിയും കൂടിയാട്ടവും. കഥകളിയും കൂടിയാട്ടവുമാണ് യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. മാപ്പ് നോക്കൂ. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അറബിക്കടൽ വരുന്നത്. ഈ അറബിക്കടലിന് സമാന്തരമായിട്ട് ഈ ഭാഗത്തൂടെ പോകുന്നതാണ് പശ്ചിമഘട്ട മലനിരകൾ. പശ്ചിമഘട്ട മലനിരകൾ ഇന്ത്യയിലെ രണ്ടാമത്തെ തന്നെ വലിയ പർവ്വതനിരയാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി എത്ര വരും? 1,60,000 ചതുരശ്ര കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി. എത്രയാണ്? 1,60,000 ചതുരശ്ര കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി. സഹ്യാദ്രി എന്നും സഹ്യപർവ്വതം എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് ഏതൊക്കെ പേരുകളിലാണ്? സഹ്യാദ്രി, സഹ്യപർവ്വതം. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരള. ഏതൊക്കെയാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരള. ഇത് ഓർത്തിരിക്കാനായിട്ട് പശ്ചിമഘട്ടം GMG KTK എന്ന കോഡ് ഓർത്തിരിക്കുക. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ G ഗുജറാത്ത്, M മഹാരാഷ്ട്ര, G ഗോവ, K കർണാടക, T തമിഴ്നാട്, K കേരള. ആനമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം ആണ്. പശ്ചിമഘട്ടത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. ഇതിന്റെ ഉയരം 8,841 അടിയാണ്. 8,841 അടി അല്ലെങ്കിൽ 2,695 മീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. ആനമുടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ആനമുടി ഹിമാലയത്തിന് തെക്കുള്ള
ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്? ആനമുടി ഹിമാലയത്തിന് തെക്കുള്ള ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഇരവികുളമാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഇരവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ്. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ആനമലയും തെക്ക് ഭാഗത്ത് ഏലമലയും വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമലയുമാണ്. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ആനമല, തെക്ക് ഭാഗത്ത് ഏലമല, വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമല. വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരി കുന്നുകളാണ്. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരി കുന്നുകളാണ്. ഊട്ടി നീലഗിരി കുന്നുകളിലാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല പാലക്കാടാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ വനങ്ങളെ പ്രാദേശികമായി വിളിക്കുന്ന പേരാണ് സൈരന്ധ്രി വനം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ വനങ്ങളെ പ്രാദേശികമായി വിളിക്കുന്ന പേര് സൈരന്ധ്രി വനം. പുരാതന കാലത്തും സൈലന്റ് വാലിനെ സൈരന്ധ്രി വനം എന്നാണ് വിളിച്ചിരുന്നത്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിലകൊള്ളുന്ന പ്രധാന മഴക്കാടാണ് സൈലന്റ് വാലി. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിലകൊള്ളുന്ന പ്രധാന മഴക്കാട് ഏതാണ്? സൈലന്റ് വാലിയാണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. 2012 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കേരളത്തിലെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. കേരളത്തിലെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. കേരളത്തിലെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. ഇവിടെ ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുമ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഈ കാണുന്ന ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന തീരപ്രദേശം വരെയുള്ള കിലോമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് 580 കിലോമീറ്റർ വരുന്നത്. എന്നാൽ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുമ്പോൾ കാസർഗോഡിൻ്റെ ആ മുനമ്പ് തൊട്ട് തിരുവനന്തപുരത്തിൻ്റെ താഴെ വരെയുള്ള ഒറ്റ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ വരും? അതാണ് 560 കിലോമീറ്റർ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ. വയനാട്, ഇടുക്കി, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട. മാപ്പ് നോക്കാം. കടൽത്തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. കടൽത്തീരമില്ലാത്തത് ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. 5 ജില്ലകളാണ് കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. കേരളത്തിൽ വാഹനങ്ങൾ ഓടിക്കാവുന്ന ഏക ബീച്ച് ഇതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിൽ വാഹനങ്ങൾ ഓടിക്കാവുന്ന ഏക ബീച്ചാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞമാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് ആരാണ്? അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി. നമ്മളിന്ന് കേരളത്തിനെ പറ്റിയുള്ള PSCയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 50 എണ്ണം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയുടെ അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരാം. അതുവരേക്കും ബൈ.